കഴിഞ്ഞ വെള്ളിയാഴ്ച ഇസ്രായേൽ സൈന്യം ഇറാൻ ആക്രമിക്കുമ്പോൾ അവർ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത് ഇറാന്റെ ആണവ നിലയങ്ങളും അവരുടെ സൈനിക മേധാവികളും ആണവ ശാസ്ത്രജ്ഞന്മാരുമായിരുന്നു. നിരവധി സൈനിക മേധാവികളെ അവർ വധിച്ചു, ആണവ നിലയങ്ങളിലേക്ക് അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തി, ഒപ്പം അവിടുത്തെ പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞന്മാരെയും വധിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഈ ആണവ ശാസ്ത്രജ്ഞന്മാരെ വധിക്കാൻ ഇത്രയും താല്പര്യം കാണിച്ചതെന്ന് ചോദിച്ചാൽ ഇറാന്റെ പ്രധാന ബലം അവരുടെ ആണവ ശക്തിയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ മുഖ്യ ചുമതലക്കാരെയും വധിക്കുക എന്നുള്ളത് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ഒരു തീരുമാനമായിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിൽ തന്നെ ഇവർ ഇതിനു വേണ്ടുന്ന ഒരു പദ്ധതി തയ്യാറാക്കി ഓപ്പറേഷൻ നർണിയ എന്നാണ് ഇതിന് അവർ പേര് നൽകിയിരുന്നത്. വധിക്കേണ്ട ശാസ്ത്രജ്ഞന്മാരുടെ പട്ടികയും അവർ തയ്യാറാക്കിയിരുന്നു. ഏതാണ്ട് 4 ലിസ്റ്റുകളായിട്ടാണ് ഇവരെ തരംതിരിച്ചിരുന്നത്. അവരുടെ കഴിവ്, എക്സ്പീരിയൻസ്, ഈ മേഖലയിൽ അവർ നേടിയ നേട്ടങ്ങൾ തുടങ്ങിയ വിവിധ കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഇവരുടെ പട്ടിക തയ്യാറാക്കിയത്. ഏറ്റവും പ്രഗത്ഭന്മാരെ ആദ്യം വധിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെയാണ് 10 ശാസ്ത്രജ്ഞന്മാരെ ഇപ്പോൾ അവർ വധിച്ചത്. 9 പേരെ ഒറ്റ ദിവസം കൊണ്ടും തൊട്ടടുത്ത ദിവസം ഒരാളുടെയും വധിച്ചു. അതോടുകൂടി 10 ആണവ വിദഗ്ധന്മാരും കൊല്ലപ്പെടുകയായിരുന്നു. ഇതോടുകൂടി ഇറാന്റെ ആണവ പദ്ധതികളാകെ അവതാളത്തിലായി എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇനി അങ്ങോട്ട് ഇവരുടെ വളരെ ജൂനിയർ ആയിട്ടുള്ള ആണവ ശാസ്ത്രജ്ഞന്മാരാണ് അവിടെ ഉള്ളത്. അവരെ കൊണ്ട് ഇതെല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതും അറിയില്ല. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനി ഇത്തരത്തിൽ ആണവായുധം നിർമ്മിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സഖ്യസേന ഈ ആണവ ശാസ്ത്രജ്ഞന്മാരെ മുഴുവൻ വധിച്ചിരുന്നു. ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം മൊസാദിനും പിന്നീട് ഇക്കാര്യത്തിൽ പ്രചോദനമായി മാറിയത്. ഇവരെല്ലാവരും ഉറങ്ങി കിടക്കുന്ന സമയത്തായിരുന്നു ആക്രമണം നടന്നത്. ഈ ഗവേഷകർ കരുതിയിരുന്നത് തങ്ങളെ സൈന്യം ആക്രമിക്കുകയില്ല എന്നാണ്. പലപ്പോഴും ശത്രു രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത് സൈന്യത്തെയും അതല്ലെങ്കിൽ ഭരണാധികാരികളെയും ഒക്കെ ആയിരിക്കും. ശാസ്ത്രജ്ഞന്മാരെ വധിക്കുക എന്നുള്ളത് സാധാരണ അധികം കേട്ടുകളില്ലാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള സുരക്ഷയും ഇല്ലാതെയാണ് ഇവർ ജീവിച്ചിരുന്നത്. ഒരു പ്രത്യേകതര ആയുധം ഉപയോഗിച്ചാണ് ഇവരെ വധിച്ചത് എന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അത് ഏത് തരത്തിലുള്ള ആയുധങ്ങളാണ് എന്നുള്ളത് ഇനി വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഭാവിയിൽ ഇത് ഇസ്രായേൽ വെളിപ്പെടുത്തുമായിരിക്കാം. ഇവരെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് കൊല്ലപ്പെട്ടത്. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുമായി നിരന്തര ബന്ധം ഉണ്ടായിരുന്നവരാണ് ഈ 10 പേരും. ഇവരിൽ 3 പേരെങ്കിലും ദിവസവും ഖമേനിയെ നേരിട്ടോ ഫോണിലോ ബന്ധപ്പെട്ട് ആണവായുധ പദ്ധതിയെക്കുറിച്ച് ധരിപ്പിക്കുമായിരുന്നു. ഇനി ഏതായാലും ഖമേനിക്ക് ഇത്തരത്തിലുള്ള യാതൊരു ഉപദേഷ്ടാവും നിലവിലില്ല എന്ന അവസ്ഥയിലാണ്. പ്രമുഖരായ സൈനിക മേധാവികൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു, ആണവ ശാസ്ത്രജ്ഞന്മാരും കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഖമേനി എവിടെയോ ഭൂമിക്കടിയിലുള്ള മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഖമേനിക്ക് അറിയാം ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേലോ അമേരിക്കയോ തന്നെ വധിക്കാമെന്ന്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആണവ ശക്തി ഉപയോഗിച്ച് ഇറാൻ നേരത്തെ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന പല പദ്ധതികളും താറുമാറാകാൻ തന്നെയാണ് സാധ്യത. കാരണം അവർക്കിനി ഒരിക്കലും ഇത്രയും പ്രഗത്ഭരായ ഈ ഗവേഷകരുടെ സഹായത്തോടെ അല്ലാതെ ഈ പദ്ധതികളൊന്നും തന്നെ പൂർത്തിയാക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ്.